ഞാൻ പറയുന്നത് ചവിട്ടി പുറത്താക്കണമെന്നേ. പി ജെ ജോസഫ് സാർ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, നമ്മൾ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തെ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവിനെ ഒക്കെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അപ്പു ജോൺ ജോസഫ് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തൊടുപുഴ ജില്ലയിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് ഉള്ള പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ഈ അപ്പു ജോൺ ജോസഫിനോടുള്ള എതിർപ്പ് മൂലം പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ അപ്പു ജോൺ ജോസഫിന്റെ കടന്ന് വരവോടുകൂടി അദ്ദേഹമൊക്കെ ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേ രീതിയിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇത് പി ജെ ജോസഫ് സാർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞെന്താണ്, ഇടുക്കിയിൽ ഞങ്ങൾക്ക് കൂടുതൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വേണം. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, കോൺഗ്രസുകാരുടെ ചിലവിൽ പി ജെ ജോസഫിന്റെ പാർട്ടിക്ക് ആളുകളെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാൻ കിട്ടേണ്ട സീറ്റുകൾ തട്ടിപ്പറിച്ചെടുക്കുന്ന പി ജെ ജോസഫിന് വേണ്ടിയിട്ട് ഇനി പ്രവർത്തിക്കാൻ ഇറങ്ങുമോ?